ॐ सूर्यं सुन्दरलोकैकनाथममृतं वेदान्तसारं शिवम् ज्ञानं ब्रह्ममयं सुरेशममलं लोकैकचित्तस्वयम् इन्द्रादित्यनराधिपं सुरगुरुं त्रैलोक्यचूडामणिम् ब्रह्मविष्णुः शिवः स्वरूपहृदयं वन्दे सदा भास्करम्। ॐ मित्राय नमः। ॐ रवये नमः। ॐ सूर्याय नमः। ॐ भानवे नमः। ॐ खगाय नमः। ॐ पूष्णे नमः। ॐ हिरण्यगर्भाय नमः। ॐ मरीचये नमः। ॐ आदित्याय नमः। ॐ सवित्रे नमः। ॐ अर्काय नमः। ॐ ഭാസ്കരായ നമഃ. 2026 ജനുവരി 25 ഇന്ന് രഥസപ്തമി ആചരിക്കുന്ന പുണ്യദിനമാണ്. മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 7-ാം ദിവസമായ സപ്തമിയിലാണ് രഥസപ്തമി ആഘോഷിക്കുന്നത്. ഈ ദിവസം സൂര്യദേവന് സമർപ്പിതമായതാണ്. അത്യന്തം മംഗളകരമായുള്ള ഈ ദിനം സൂര്യന്റെ ഉത്തരായണത്തിലേക്കുള്ള ഗമനത്തിന്റെ പ്രതീകാത്മകമായ തുടക്കമായും കണക്കാക്കപ്പെടുന്നു. സൂര്യഭഗവാന്റെ ദിവ്യാവതാര ദിനമായതിനാൽ ഈ ദിവസം സൂര്യജയന്തി എന്നും അറിയപ്പെടുന്നു. അരുണൻ സാരഥിയായി 7 കുതിരകളെ കൂട്ടിയുള്ള രഥത്തിൽ സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്നതായാണ് സങ്കല്പം. ഇതിനാലാണ് ഇതിനെ ഉത്തരായണം എന്നും വിളിക്കുന്നത്. ഈ 7 കുതിരകൾ ആഴ്ചയിലെ 7 ദിവസങ്ങൾ, പ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ, മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങൾ, വേദത്തിലെ 7 പ്രധാന ഛന്ദസ്സുകൾ ഗായത്രി, ബൃഹതി, ഉഷ്ണിക്, ജഗതി, തൃഷ്ടപ്, അനുഷ്ടുപ്, പങ്ക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ ഒരു ഗ്രഹം മാത്രമല്ല, അവൻ പ്രത്യക്ഷ ബ്രഹ്മനാണ്, പ്രാണന്റെ ഉറവിടം. സൂര്യൻ അജ്ഞാനം അകറ്റി ആരോഗ്യവും ബോധത്തിലെ വ്യക്തതയും ആത്മനിയന്ത്രണവും പ്രദാനം ചെയ്യുന്നു. സൂര്യൻ നിരന്തരം തുടരുന്ന ഈ പ്രയാണം മനുഷ്യജീവിതവുമായി അഭിന്നമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരം ആത്മാവിനെ വഹിക്കുന്ന രഥമാണ്. ആത്മാവ് ഈ ശരീരരഥത്തിലൂടെ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നു. രഥത്തിലെ 7 കുതിരകൾ മനുഷ്യനിൽ സമത്വവും ആത്മാവിനോടുള്ള ഐക്യവും ആത്മസാക്ഷാത്കാരവും നൽകുന്ന 7 ചക്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കുതിരകളുടെ കടിഞ്ഞാൺ മനുഷ്യന്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മയാത്രയെ സംയമിപ്പിക്കുന്ന ആന്തര നിയന്ത്രണ സൂത്രം. രഥത്തെ നയിക്കുന്ന സാരഥി ബുദ്ധിയാണ്. അതിൽ ഉണർന്നിരിക്കുന്ന വിവേകബുദ്ധി. എല്ലാറ്റിനും മുകളിലായി യഥാർത്ഥ അധിപൻ ആത്മൻ തന്നെയാണ്. ജ്ഞാനത്തിലൂടെയും പ്രാണശക്തിയുടെ സജീവതയിലൂടെയും സാക്ഷാത്കരിക്കപ്പെടുന്ന ആത്മചൈതന്യത്തെയാണ് രഥസപ്തമി സൂചിപ്പിക്കുന്നത്.